ഇപ്പോൾ ഈ കൂരിയാടുത്ത വർക്ക് അതിൻ്റെ ആ സ്റ്റാർട്ടിങ് ഇവിടുത്തെ മലയാളികളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓല് പറഞ്ഞ മാതിരി മലയാളികൾ കേൾക്കൂല. കാരണം എന്താ പറയുക, ഇവിടുത്തെ എല്ലാ കൽപ്പണിക്കാർക്കും അറിയാം ചതുപ്പുള്ളടത്ത് ഈ കളി പറ്റൂല എന്നുള്ളത്. ഇത്ര ലോഡ് കയറ്റാനുള്ളതല്ലേ. ഇനിയിപ്പോൾ KNRCക്ക് സംഭവിക്കാൻ പോണ 2 തെറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്ന് ഞാൻ കണ്ടിരുന്നത് ഇതാണ്. രണ്ടാമത്തെ തെറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഓവർപാസ് വരുന്നിടത്ത് ഒരു ചാല് കീറിയിരിക്കണ് മതിൽ. ആ മതിലൊക്കെ മണ്ണെന്നാണ്, അവിടെ കരിമ്പാറൊന്നുമല്ല. അവിടെ അതേമാതിരി എക്സ്ട്രാ ഓല് പഠിത്തിട്ടില്ല. ഓലെന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയും, ആ മതിൽമേലൊക്കെ വെള്ളം എല്ലായിടത്തും കൂടി ഇറങ്ങിപ്പോവും. അപ്പോൾ ഓലെന്താക്കി ഒരു ബിറ്റ് ഇട്ടുകൊണ്ട് ഓൾസാക്കിയിട്ട് അതിക്ക് ഓട്ടമുള്ള പൈപ്പ് കയറ്റിക്കണ്. അപ്പോൾ ആ പൈപ്പിനൊക്കെ ഓട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് വീഡിയോ എടുത്ത ആളാണ്. അപ്പോൾ ആ ഓട്ടയെ കൂടെ ആ മലൻ്റെ ഉള്ളിൽ വരുന്ന വെള്ളം മൊത്തം ഓട്ടയെ കൂടെ റോട്ടുമൊക്കെ വെള്ളം ചാടുമല്ലോ. അപ്പോൾ മല ഒരിക്കലും ഇരിക്കില്ല. പിന്നെ സൈഡത്തെ മണ്ണ് കാണാൻ വെക്കാനും അതേപോലെ തന്നെ ഉറപ്പിനും ഷോക്കും വേണ്ടിയിട്ട് ഓലൊരു സ്പ്രേ തൂറ്റിക്കുന്നുണ്ട്, നെറ്റ് കെട്ടിയിട്ട്. അത് മറ്റേ തരിപ്പൻ്റെ ദമ്മിൾ നെറ്റ്. അപ്പോൾ അതിൽ 5-6 ഇഞ്ച് കിണറ്റിലാണ് നിൽക്കുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിലും മലപ്പുറം റീച്ചിൽ ഏറ്റവും ടോപ്പ് റെക്കോർഡിൽ താണ സ്ഥലം എവിടെയെന്നറിയോ? സ്വാഗതമാടി. ഒരു കിണറിൻ്റെ താഴ്ചയാണ്. ഞാനവിടെ അന്ന് പോയ സമയത്തുണ്ട് ഈ അടിഭാഗത്ത് ചീടിയെത്തിയാണ്. കാരണം ഭൂമിക്ക് ഇപ്പോൾ ഈ കാണുന്ന മുകളിൽ ചുവന്ന മണ്ണാണ്. ഇത് കുറച്ച് പോയാൽ പാറത്തും കുറച്ചും പാടെ താന്ന് പോയാൽ ചീടി മണ്ണെത്തും. അത്രയും ചീടി എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ബൈ ചാൻസ് നമ്മൾ പറയുകയാണ്, കുറ്റം പറയില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മണ്ണ് ലൂസായി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എത്ര നെറ്റ് ഒരു ഫുൾ നെറ്റ് കമ്പനിയിൽ ഡയറക്റ്റ് കൊണ്ടുവന്ന് അടിച്ചാലും ഈ വള്ളം വന്നു കഴിഞ്ഞാൽ എല്ലാം പാടെ തൂങ്ങും.